എല്ലാ കൂട്ടുകാർക്കും ഡോക്ടർ VR ഡിജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒരു കവിതയാണ്. കവിതയുടെ പേര് പേഡ്. കവിയുടെ പേര് സുശീൽ ശുക്ല. സുശീൽ ശുക്ല എന്ന കവിയുടെ പേഡ് എന്ന ചെറിയൊരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് കിടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലാവുന്നതായിരിക്കും. पेड़ तुम पेड़ नहीं तुम दर्जी, पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले घोंसले, कितनी सिली हवाएं, धूप सिली तो बिखर गई कतरन कतरन छायाएं. पेड़ तुम पेड़ नहीं तुम दर्जी. ശരി, നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. പേട് തും പേട് നഹിം തും ദർജി. പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷം, തും തും എന്ന് പറഞ്ഞാൽ നീ. പേട് തും പേട് നഹിം തും ദർജി. അല്ലയോ വൃക്ഷമേ, നീ ഒരു വൃക്ഷമല്ല, നീ ഒരു തയ്യൽക്കാരനാണ് അല്ലെങ്കിൽ തുന്നൽക്കാരനാണ് എന്ന് പറയുകയാണ്. പേട് തും പേട് നഹിം തും ദർജി, തുമ്നെ കിത്തനെ സിലെ ഘോംസലെ, തുമ്നെ തുമ്നെ നീ, കിത്തനെ കിത്തനെ എത്ര, സിലെ സിലെ എന്ന് പറഞ്ഞാൽ തുന്നുക അല്ലെങ്കിൽ നെയ്യുക. സിലെ ഘോംസലെ, ഘോംസല എന്ന് കിളിക്കൂട്, ഘോംസല എന്ന് എന്താണ് കിളിക്കൂട്. കിത്തിനി സിലി ഹവായൻ, കിത്തിനി കിത്തിനി എത്ര, സിലി സിലി എന്ന് പറഞ്ഞാൽ തുന്നി നെയ്തു, ഹവായെ ഹവായെ കാറ്റ്. അപ്പോൾ ഈ വൃക്ഷങ്ങളിൽ നിന്ന് കാറ്റ് നെയ്തു. പിന്നെ എന്താണ് ഘോംസലെ കിളിക്കൂടുകൾ നെയ്തുണ്ടാക്കി. ധൂപ് സിലി തോ ബിക്കർ ഗി, അതേപോലെ നീ എന്ത് ചെയ്തു, വെയിലിനെയും, ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലിനെയും നീ തുന്നി. പക്ഷെ അതെന്ത് ചെയ്തു, ബിക്കർ ഗി, ബിക്കർ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിപ്പോവുക. കത്തരൻ കത്തരൻ ഛായായും, അതുകൂടാതെ കഷ്ണം കഷ്ണങ്ങളായിട്ടുള്ള നിഴലും നീ എന്ത് ചെയ്തു, തുന്നി അല്ലെങ്കിൽ നെയ്തു. പേട് തും പേട് നഹിം തും ദർജി. അതുകൊണ്ട് കവി പറയുകയാണ്, അല്ലയോ വൃക്ഷമേ, നീ ഒരു വൃക്ഷമല്ല, കേവലം ഒരു വൃക്ഷമല്ല, പിന്നെയോ നീ ആരാണ്, ഒരു തുന്നൽക്കാരനാണ് എന്ന് പറയുകയാണ്. ഒന്നുകൂടി നമുക്കത് നോക്കിയാലോ. പേട് തും പേട് നഹിം തും ദർജി. അല്ലയോ വൃക്ഷമേ, നീ വൃക്ഷമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലെ ഘോംസലെ, നീ എത്ര കിളിക്കൂടുകളാണ് നെയ്തുണ്ടാക്കിയത്. കിത്തനി സിലി ഹവായം, എത്ര കാറ്റാണ് നീ നെയ്തത്. ധൂപ് സിലി തോ ബിക്കർ ഗി, അതേപോലെ നീ ധൂപിനെയും വെയിലിനെയും നീ എന്ത് ചെയ്തു, നെയ്തു അല്ലെങ്കിൽ തുന്നി. അത് എന്ത് ചെയ്തു, ബിക്കർ ഗി, ചിന്നിച്ചിതറിപ്പോയി. കത്തരൻ കത്തരൻ ഛായായം, അതുകൂടാതെ കഷ്ണം കഷ്ണമായിട്ടുള്ള നിഴൽ ഛായ, ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ, തണൽ എന്നാണ് അർത്ഥം. തണലിനെ നീ എന്ത് ചെയ്തു, തുന്നി ഉണ്ടാക്കി. പേട് തും പേട് നഹിം തും ദർജി. അപ്പം പേട് അല്ലയോ പേട് വൃക്ഷമേ, നീ ഒരു വൃക്ഷമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. മിട്ടി സിൽക്കർ രംഗ് ബനായെ, അതേപോലെ നീ മിട്ടി മണ്ണിനെ എന്ത് ചെയ്തു, നെയ്തു അല്ലെങ്കിൽ തുന്നി. രംഗ് ബനായെ, പിന്നെ അതിന് നിറം നൽകി, അത് നിറം നിർമ്മിച്ചു. അതിന് മനസ്സിലായോ? അപ്പോൾ മണ്ണിന് നിറം നൽകി. അല്ലയോ വൃക്ഷമേ, നീ എന്ത് ചെയ്തു, ആ മണ്ണിനെയും നീ എന്ത് ചെയ്തു, നെയ്തു. എന്നിട്ട് അതിന് നീ എന്ത് നൽകി, ഒരു നിറവും നൽകി. പാനി സിൽ ആകാശ്, പിന്നെ വെള്ളം നെയ്തു ആകാശമാക്കി. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡ് ദിയാ തരാശ്, പിന്നെ എന്ത് ചെയ്തു, മണ്ണ്, നിറം, കാറ്റ്, വെള്ളം, ഇതിനെല്ലാം ചേർത്ത് നീ എന്ത് ചെയ്തു, രൂപപ്പെടുത്തിയെടുത്തു. എന്തായിട്ട് രൂപപ്പെടുത്തി, മഴയായിട്ടും നദിയായിട്ടും ഒക്കെ നീ എന്ത് ചെയ്തു, അതിനെ രൂപപ്പെടുത്തിയെടുത്തു. ജോഡ്ന എന്ന് പറഞ്ഞതാണ് ചേർക്കുക. എന്തൊക്കെയാണ് ചേർത്തത്, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, രംഗ് എന്ന് പറഞ്ഞാൽ നിറം, ഹവ കാറ്റ്, പാനി വെള്ളം. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്തു. എന്തിനെയൊക്കെ ചേർത്തു, മിട്ടി, രംഗ്, ഹവ, പാനി, ജോഡ്, അതിനെല്ലാം ചേർത്തിട്ട് ദിയാ തരാശ്, പിന്നെ അതിന് എന്ത് നൽകി, ഒരു രൂപപ്പെടുത്തിയെടുത്തു. രൂപപ്പെടുത്തുക എന്നാണ്. തരാശ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രൂപപ്പെടുത്തുക. പേട് തും പേട് നഹിം തും ദർജി, വൃക്ഷമേ, നീ ഒരു വൃക്ഷമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്, ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലെ കിനാരെ, അതുകൂടാതെ നീ എത്ര തീരങ്ങളാണ്. കിനാരെ എന്ന് പറഞ്ഞാൽ തീരം. തുമ്നെ കിത്തനെ സിലെ കിനാരെ, നീ എത്ര തീരങ്ങളാണ് നെയ്തുണ്ടാക്കിയത്. കിത്തനി സിലി ജമീനെ, പിന്നെ അതുകൂടാതെ എത്ര ഭൂമി, എത്ര
പ്രദേശങ്ങളാണ്, മണ്ണാണ് നീ എന്ത് ചെയ്തത്, നെയ്തത്, തുന്നിയത്. രംഗ് മഹക്ക് കി ഹുയി സിലായി ഫൂൾ സിലെ പശ്മീലെ. അതുകൂടാതെ നോക്കൂ, രംഗ് എന്ന് പറഞ്ഞാൽ നിറം, നമ്മൾ നേരത്തെ പറഞ്ഞു. രംഗ് മഹക്ക് എന്ന് പറഞ്ഞാൽ മണം. കി ഹുയി സിലായി, അപ്പം എന്താണ് സിലായി, ഇതിൻ്റെ ഈ തുന്നൽ എന്തുണ്ടായി, ഒരു മണം ഉണ്ടായി. ആ നിറം അല്ലേ. പിന്നെ എന്തുണ്ട്, പൂവ്, ഫൂൾ എന്ന് പറഞ്ഞാൽ പൂവ്. സിലെ പശ്മീലെ, പിന്നെ നീ എന്ത് ചെയ്തു, ഇതിൻ്റെ നിറവും മണവും ഒക്കെ ചേർത്ത് നീ പൂവിനെ നെയ്തു. അത് ആ പൂ എങ്ങനെയുള്ളതാണ്, പശ്മീനെ എന്ന് പറഞ്ഞാൽ എന്താണ്, മൃദുവായ നമ്മുടെ കമ്പിളി ഉണ്ടല്ലോ, കമ്പിളി വസ്ത്രം പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പശ്മീനെ. അപ്പം നീ എന്ത് ചെയ്തു, നിറം നൽകി, മണം നൽകി, ഒരു പൂവിനെ നീ എന്ത് ചെയ്തു, അതിനെയും തുന്നി ഉണ്ടാക്കി. അതെങ്ങനത്തെ പൂവാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായ കമ്പിളി വസ്ത്രം പോലെ മൃദുവായ അതേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പൂവിനെ നീ തുന്നി ഉണ്ടാക്കി. അതുകൊണ്ട് അല്ലയോ വൃക്ഷമേ, പേട് നഹിം തും ദർജി. അതുകൊണ്ട് വൃക്ഷമേ, നീ എന്താണ്, വൃക്ഷമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. ആമ്മയും ആംകെ സോദ് സിലേഹെ. ഇനി മാങ്ങയ്ക്ക്, ആമെന്ന് മാങ്ങ, ആമ്മയും ആംകെ സോദ് സിലേഹെ. മാങ്ങയുടെ സോദ് നീ എന്ത് ചെയ്തു, തുന്നി നൽകി, അല്ലെങ്കിൽ നെയ്ത് നൽകി. ജാമുൻ കെ, പിന്നെന്താണ്, ഞാവൽപ്പഴമാണെങ്കിൽ ഞാവൽപ്പഴത്തിൻ്റെ സോദ് നൽകി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാഗുമേയും സോദുമിലേഹെ. അപ്പോൾ ഓരോ തോട്ടത്തിനും, അത് ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, ബാഗുമേയും ബാഗക്കെ സോദ് സിലേഹെ. അപ്പം തോട്ടത്തിന് എന്താണ്, ഓരോ തോട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള സോദ് നീ നൽകി. ഇപ്പം ജാമുനാണെങ്കിൽ ജാമുൻ്റെ സോദ്, അതായത് ഞാവൽപ്പഴമാണെങ്കിൽ ഞാവൽപ്പഴത്തിൻ്റെ സോദ്, മാങ്ങയാണെങ്കിൽ മാങ്ങ, അങ്ങനെ ഓരോ ഇനത്തിലും പെട്ട പഴങ്ങളാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള സോദ് നൽകി. സോദ് നീ നെയ്ത് കൊടുത്തു. വൻ കെ പേടുമേയും. അതുപോലെ വനത്തിലുള്ള ഓരോ വൃക്ഷത്തിനും നീ എന്ത് ചെയ്തു, അതിൻ്റേതായിട്ടുള്ള പഴങ്ങളും സോദും ഒക്കെ നീ നൽകി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കവി പറയുകയാണ്, പേട് നഹിം തും ദർജി. യഹാ കവി പേട് കെ ബാരെ മേ ബതാത്തെ ഹൈ. മനസ്സിലായോ, പേട് കെ ബാരെ മേ ബതാത്തെ ഹൈ. പേട് എന്ന് പറഞ്ഞാൽ മരം അല്ലേ, മരത്തിൻ്റെ പ്രത്യേകതയാണ് കവി ഇവിടെ പറയുന്നത്. മരം ഇവിടെ ആരെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു തുന്നൽക്കാരൻ്റെ പ്രതീകമായിട്ടാണ് കവി കാണുന്നത്. അപ്പോൾ ഈ തുന്നൽക്കാരനാകുന്ന വൃക്ഷം എന്തെല്ലാമാണ് നെയ്തുണ്ടാക്കിയത്, കിളിക്കൂടും, അതുകൂടാതെ കാറ്റ്, പിന്നെന്താണ് തണൽ, പിന്നെ എന്താണ് വെയിൽ അല്ലേ, വെയിൽ നെയ്തു, പക്ഷെ അതെന്ത് ചിന്നിച്ചിത്തറിപ്പോയി എന്ന് പറയും. പിന്നെ മണ്ണിന് നിറം നൽകി, മണ്ണ് എന്താണ് വെള്ളത്തിന് രൂപം കൊടുത്തു. പിന്നെ അതിനെല്ലാം ചേർത്തിട്ട് എന്തുണ്ടായി, ഒരു പുതിയൊരു രൂപമാറ്റം സംഭവിപ്പിച്ചു അവിടെ. പിന്നെ പൂവുണ്ടായി, കായുണ്ടായി, അതെല്ലാം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്വാദും ഗുണവും മണവും ഒക്കെ നീ നൽകി. അതുകൊണ്ട് കവി പറയുകയാണ്, അല്ലയോ മരമേ, നീ ആരല്ല, നീ ഒരു വൃക്ഷമല്ല, പിന്നെയോ നീ ഒരു നല്ലൊരു തുന്നൽക്കാരനാണ്, തയ്യൽക്കാരനാണ് എന്ന് പറയുകയാണ്. അപ്പം പേട് എന്ന കവിത സുശീൽ ശുക്ലിൻ്റെ ഒരു ചെറിയൊരു കവിതയാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ആശയം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലാക്കാൻ ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ വേറൊരു വിഷയവുമായി അല്ലെങ്കിൽ വേറൊരു പാഠവുമായി നമ്മൾ കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.